ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ സംഘാടകനും ശക്തനായ നേതാവുമായ കെ.സി. വേണുഗോപാൽ ദേശീയ തലത്തിൽ നിർണായക ചുമതലകൾ വഹിച്ച് രാഹുൽ ജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തകരെ ഉണർത്തിയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുന്ന ശക്തിയായി മാറിയും പാർട്ടിയുടെ വിജയത്തിന് പിന്നാലെ പ്രേരക ശക്തിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അത് ഒരു നേതാവിന്റെ സംഘടനാ മികവിന്റെ തെളിവാണ്. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരം ഒരു ദൂരദർശിയുള്ള നേതൃത്വമാണ്. ലീഡർ ശ്രീ കെ കരുണാകരൻ, ശ്രീ എ.കെ. ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ വയലാർ ജി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിച്ച മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നനായി ഉയരാൻ കെ.സിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിൽ ശക്തമാണ്. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിലാണ് പ്രതിഫലിക്കുന്നത്. താഴെ തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ച് വളർന്നു വരുന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാനും കഴിയൂ. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും ആദരവുമാണ് കെ.സി. വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നത്. നേതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരാളുടെ സഹയാത്രികനായും പ്രവർത്തകരുടെ ഇടയിൽ നിലകൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അത്തരം നേതാക്കൾ ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. അവരുടെ പ്രവർത്തന ശൈലിയും ആത്മാർത്ഥതയും തന്നെയാണ് ഭാവിയെ നിർണയിക്കുന്നത്. കോൺഗ്രസിനെയും UDF-നും ശക്തമായ ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്ത് പകരുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി കെ.സി. വേണുഗോപാൽ ഉയരട്ടെ, ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞുകൊണ്ട് കെ. സുധാകരൻ പങ്കുവെച്ച ഒരു കുറിപ്പാണ്. ഇവിടെ കെ. സുധാകരന്റെ ഈ കുറിപ്പ് പുറത്തു വന്നതിൽ പിന്നെ ആ കുറിപ്പ് എടുത്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് സുധാകരൻ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അല്ലേ? ഇവിടെ ആ ചർച്ചകൾ അവരുടെ വാദം അങ്ങോട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണെങ്കിലും സുധാകരൻ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചാനലിൽ അവിടുത്തെ ചില ആളുകൾ നടത്തിയ ചില പരാമർശങ്ങൾ കെ.സി. വേണുഗോപാലിനെ തേജോവധം ചെയ്യുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും കെ.സി. വേണുഗോപാലിനെ വളരെ വില കുറച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ മറിച്ച് കെ. സുധാകരൻ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് കെ.സി. വേണുഗോപാലിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് എനിക്കെവിടെയും കാണാൻ കഴിയുന്നില്ല. വളരെ കൃത്യമായിട്ട് കെ.സി. വേണുഗോപാലിനെ ഒരു അനർഹനായിട്ട് അല്ലെങ്കിൽ യോഗ്യതയില്ലാത്തവനായിട്ട് കെ.സി. വേണുഗോപാലിനെ വലിയ പുച്ഛത്തോടെ കണ്ടവർക്കുള്ള മറുപടി മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് കെ. സുധാകരൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. പിന്നെ കേരള രാഷ്ട്രീയത്തില് ഇന്ന് UDF-ന്റെ വിജയത്തില് ഓഫ്കോഴ്സ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിൽ ഒക്കെ അത്തരം ചർച്ചകൾ ഉണ്ടാകുമെങ്കിലും പാർട്ടിക്കുള്ളിൽ, അല്ലെങ്കിൽ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകണം, ആരൊക്കെ മന്ത്രിമാരാകണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അത്തരത്തിലൊരു ചർച്ചയും നടക്കുന്നില്ല നിലവിൽ എന്നുള്ളതാ. സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ആ കസേരക്ക് അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ളവരായിട്ട് അർഹതയുള്ളവരായിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യവുമല്ല. ചർച്ചകളൊക്കെ നടക്കുക തന്നെ വേണം. അല്ലാതെ ഒരു ജനാധിപത്യ രീതിയിൽ ഒരു ചർച്ചയും നടക്കാതെ ഒരു ഏകാധിപത്യത്തിന്റെ രീതിയിലേക്ക് പോവുകയല്ല വേണ്ടത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, വളരെ കൃത്യമായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു നേതാവിനെയും വില കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അവരൊന്നും അർഹരല്ല എന്ന് പറയാനോ അല്ല ഞാൻ ശ്രമിക്കുന്നത്. മറിച്ച് കൂട്ടത്തിൽ ആർക്കാണ് കൂടുതൽ അർഹത, ആരാണ് അതിന് അവകാശപ്പെട്ടവൻ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് വി ഡി സതീശൻ എന്നുള്ളതാണ്. ഈ ചർച്ചകൾ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ ടീം UDF-നെതിരെ പോലും നടന്നിട്ടുണ്ട്. ഇവൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ പട്ടിക വരുന്നതിന് മുൻപ് കേരളത്തില് വലിയ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ താറടിക്കുവാനും പ്രസ്ഥാനത്തെ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കുവാനുമുള്ള ശ്രമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇത്തരത്തിൽ മുഖ്യമന്ത്രി കസേരയെ കുറിച്ച്, മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാക്കിയതും ഇതേ
മാധ്യമങ്ങളാണ് എന്നുള്ളതാ. ഇവിടെ എല്ലാ നേതാക്കന്മാരെയും രാവിലെ ഓരോ നേതാക്കന്മാരെ പോയി കാണുക, എന്നിട്ട് അവരോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കുക, നിരന്തരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുക, ഒരേ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക, എന്നിട്ട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഇപ്പോ കെ സുധാകരൻ കെ സി വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാണല്ലോ പറയുന്നത്. കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതേ കെ സി വേണുഗോപാലിന് പിന്തുണയുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തർ നടത്തിയ പരാമർശത്തിനെതിരെയാണ് ആ ചർച്ച നടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കെ സുധാകരനും നടത്തിയിരിക്കുന്നത്. അതല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അല്ല കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അതാണ്. കെ സി വേണുഗോപാലിന്റെ പാരമ്പര്യം എന്താണ്, അയാളുടെ പ്രവർത്തന മികവ് എന്താണ്, കെ സി വേണുഗോപാലിന്റെ കഴിവെന്താണ്, നേതാവ് എന്നുള്ള രീതിയിൽ കെ സി വേണുഗോപാൽ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നത് വളരെ കൃത്യമായിട്ട് മീഡിയ വൺ ചാനലിലെ നിഷാദ് റാവുത്തർ പറഞ്ഞതിനുള്ള മറുപടിയാണ്. മറിച്ച് ഇതിനെ ഒരു മുഖ്യമന്ത്രിയായി കെ സുധാകരൻ കെ സി വേണുഗോപാലിനെ പിന്തുണച്ചു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ അതിനെ ഒരു ആയുധമാക്കി എന്തോ വലിയ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകൾ കൊണ്ടുപിടിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്നുള്ളതാ. ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട, മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, UDF സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 2021 തുടർഭരണത്തിലേക്ക് പിണറായി വിജയൻ നടന്നു കയറുന്നു. ഈ പാർട്ടി തകർന്നടിഞ്ഞ് തരിപ്പണമായി ഉറയെടുത്തെറിഞ്ഞ് നിൽക്കാൻ കഴിയാതെ വീണ് കിടക്കുമ്പോൾ പാർട്ടിയുടെ നേതൃത്വം പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചുമതല ഏൽപ്പിച്ച വ്യക്തിയാണ് VD സതീശൻ എന്ന് പറയുന്നത്, അല്ലേ? ആ ചുമതല ഏറ്റെടുത്ത ആ നിമിഷം മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും വളരെ താഴെ തട്ടിൽ പ്രവർത്തിക്കുകയും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുകയും പ്രവർത്തകരെ സജ്ജരാക്കുകയും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വാർ നടത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളതാ. അത് VD സതീശന്റെ മാത്രം കഴിവാണ്. സതീശന് ഈ പറയുന്ന കാര്യങ്ങളെ ഏകോപിപ്പിച്ച് ഏകോപനമുണ്ടാക്കി എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് എല്ലാത്തിനെയും മുന്നിൽ നിന്ന് നയിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായ പദ്ധതികളുമായിട്ട് പാർട്ടിയെ പുനരുജ്ജീവിച്ചവനാണ് VD സതീശൻ എന്ന് പറയുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് സതീശനെ കൂടി കണ്ടിട്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹം വോട്ട് ചെയ്തത് എന്നുള്ളത് ഇവിടെ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. അത് എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാ, അത് എല്ലാവർക്കും നന്നായിട്ട് അറിവുള്ള കാര്യവുമാണ്. അപ്പോ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കെ സുധാകരന്റെ പോസ്റ്റിനെ വക്രീകരിച്ച് അത് ഈ പറയുന്ന കെ സുധാകരന്റെ പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഫുള്ളായിട്ട് വായിച്ചു. അതിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ കെ സി വേണുഗോപാൽ മാത്രമാണ് എന്നുള്ള ഒരു പരാമർശം എവിടെയും കെ സുധാകരൻ നടത്തിയിട്ടില്ല. കെ സുധാകരൻ കെ സി വേണുഗോപാലിന് നൽകിയിരിക്കുന്ന പിന്തുണ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ നിഷാദ് റാവുത്തർ നടത്തിയ അധിക്ഷേപത്തിന്റെ, അയാളെ വില കുറച്ച് പരിഹസിച്ചതിന്റെ ഒരു മറുപടി മാത്രമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. ആ പോസ്റ്റ് വായിച്ചാൽ അത്രയേ ഉള്ളൂ അതിൽ. പിന്നെ അതിനെ വക്രീകരിച്ച് അതിന് പുതിയ മാനങ്ങൾ നൽകി, പുതിയ വിശദീകരണങ്ങൾ നൽകി, പുതിയ തലങ്ങൾ നൽകിക്കൊണ്ട് ഇത്തരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ഒരു അജണ്ടയാണ്. മനസ്സിലായില്ലേ? അത് ഇവരുടെ ഒരു അജണ്ടയാ. ഇവരെന്തേ ഈ പറയുന്ന ആളുകൾ ഒരിക്കൽ പോലും CPM മുഖ്യമന്ത്രിയെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അവിടെ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ ഈ പ്രായപരിധിയുടെ പ്രശ്നമില്ലേ? അല്ലെങ്കിൽ ടേം വ്യവസ്ഥയുടെ പ്രശ്നം പിണറായി വിജയനില്ലേ? എത്ര CPM എത്ര ആളുകളെയാണ് ടേം വ്യവസ്ഥ 2 തവണ 3 തവണ മത്സരിച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്? എത്ര ആളുകളാ? എന്തുകൊണ്ട് പിണറായി വിജയൻ അത് വരുന്നില്ല? ഇനി 2011 VS അച്യുതാനന്ദന്റെ ഫോട്ടോ വെച്ച് ഇതുപോലെ ഇപ്പോൾ ഈ പിണറായി വിജയൻ 2026 കാണിച്ചതുപോലെ ആ 2011 VS അച്യുതാനന്ദന്റെ ഫോട്ടോ വെച്ച് പ്രചരണങ്ങൾ നയിച്ചപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അതൊക്കെ എടുത്തു മാറ്റാൻ നിർദ്ദേശിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ്. അന്ന് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആ VS അച്യുതാനന്ദന്റെ ഫോട്ടോകളൊക്കെ അങ്ങനെ പാർട്ടി ഒരാളിലേക്ക് ചുരുങ്ങി പോകരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്.
അതേ വ്യക്തി ഇന്ന് അയാളിലേക്ക് പാർട്ടിയെ മൊത്തം ആവാഹിച്ചെടുക്കുവാനുള്ള ഒരു ഏകാധിപത്യത്തിന്റെ രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ ഇതൊന്നും ചർച്ചകളിലേക്ക് വരുന്നില്ല. മറിച്ച് കോൺഗ്രസിൽ ചർച്ചകളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസിൽ ചർച്ചകൾ ഉണ്ടാവുമല്ലോ. ഒരു ജനാധിപത്യ പാർട്ടി, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകൾ ഉണ്ടായാൽ എന്താണ് ഇത്ര വലിയ കുഴപ്പമുള്ളത്? കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എത്ര വളരെ മികച്ച രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെയാണോ പ്രവർത്തിച്ചത്, അതിനേക്കാൾ വലിയ മികച്ച രീതിയിൽ കോൺഗ്രസിന് അധികാരത്തിലെത്തിയാൽ പ്രവർത്തിക്കാൻ കഴിയും. വളരെ കൃത്യമായ പദ്ധതികളോടുകൂടി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ശേഷിയുള്ള കെൽപ്പുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു കൂട്ടം, ഒന്നിലധികം നേതാക്കന്മാര് ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ കെ സുധാകരന്റെ പോസ്റ്റും പൊക്കിപ്പിടിച്ച് കെ സുധാകരൻ നടത്തിയിരിക്കുന്ന വാക്കുകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അതിനെ വക്രീകരിച്ച് തങ്ങളുടെ ഇഷ്ടത്തിന് അജണ്ടകളുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. വലിയ എന്തോ ആകാശം ഇടിഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നിങ്ങൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് ഡൽഹിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും, സുധാകരൻ പാർട്ടി വിടും, സുധാകരൻ വിമതനാകും, സുധാകരന്റെ കൂടെ മറ്റു പലരും പാർട്ടി വിടും, അവരുടെ 15ഓളം സ്ഥാനാർത്ഥികളെ നിർത്തും, സുധാകരൻ BJP-യിലേക്ക് എന്ന് വരെ പ്രചരണം നടത്തിയ ആളുകൾ അല്ലേ? അന്ന് വൈകുന്നേരം 7:30 മണിയായപ്പോൾ സുധാകരൻ പറഞ്ഞത് എന്താ? അതോടുകൂടി തീർന്നില്ലേ? അപ്പോ ഈ പറയുന്നതൊക്കെ മെയ് 4 വരെയുള്ള ചാനലുകൾക്ക്, കേരളത്തിലെ ദേശീയ മാധ്യമങ്ങൾക്ക് അവരുടെ, കാരണം കേരളത്തിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് അത്തരം ഒരു ചർച്ചകളിലേക്ക് കടക്കുന്നത് തന്നെ അരോചകമാണ്. അപ്പോൾ അവിടെ ഈ വ്യൂവർഷിപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തോന്നുന്ന രീതിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെ വക്രീകരിച്ച് അതിനെ അവരുടെ ഭാഷയിലേക്ക് മാറ്റി അതിന് പുതിയ അർത്ഥങ്ങൾ നൽകി പുതിയ മാനങ്ങൾ നൽകി ഇങ്ങനെ വക്രീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാ. വളരെ കൃത്യമായിട്ട് മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തർ നടത്തിയ പരാമർശത്തിനുള്ള മറുപടി മാത്രമാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആ പോസ്റ്റ് വായിച്ചാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്.